സയ്യിദ് ഇബ്രാഹിം സൈദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉറൂസ് എന്ന ഒരു പരിപാടി. ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ താജ്മഹലിലുള്ള കാര്യം പറയുന്നത്. നിങ്ങൾക്ക് വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ഉറൂസ് എന്നുള്ള ഒരു സംഭവം നമുക്ക് വല്ലാതെ പിടിയും കിട്ടാത്തൊരു കാര്യമാണ്. അപ്പൊ ഉറൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി മരണപ്പെട്ടില്ലേ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഏകദേശം 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ആ ഒരു പരിപാടിയിൽ ചദർ പോഷി, സന്താൾ, ഗുസുൽ, കുൽ തുടങ്ങിയ ആചാരങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് കാണുന്നത്. അപ്പൊ എന്താണ് ഈ ആചാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരങ്ങളാണ്. ആ ഒരു ആചാരവേളകളിൽ നമസ്കാരങ്ങൾ, അതായത് നിസ്കാരം, മുസ്ലിങ്ങളുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ ആ ഒരു താജ്മഹലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടം വെച്ച് നടക്കും. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു കേസ് കൊടുത്തതാണ്. അതായത് ഒരു തരത്തിലുള്ള ഒരു രേഖകളുമില്ലാത്ത ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അതായത് വിവരാവകാശ പ്രകാരം അവർ കൊടുത്ത സമയത്ത് മുഗളന്മാരോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റോ പോലും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഒരു രേഖയും ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഇത് എന്ന് അദ്ദേഹത്തിന് ഈ ഒരു വിവരാവകാശ പ്രകാരം കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ആഗ്ര കോടതിയിലേക്ക് വെച്ചുപിടിച്ചു. അങ്ങനെ ഈ ഒരു പരിപാടിക്ക് സ്റ്റേ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയിലാണ്. എന്തായാലും ഈ മാസം 6-ാം തീയതി മുതലാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ദിവസത്തെ പരിപാടിയാവും. അപ്പൊ ഇനി അടുത്ത വർഷം എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ഒരു പരിപാടി. കാരണം മറിച്ച് ഈ 4-ാം തീയതിയാണ് കേസ് പരിഗണിക്കുക, ആ ഒരു ചർച്ച ഉണ്ടാവുക. അപ്പോ ഇനി ഉറപ്പാണ് ആ കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ട്. അതായത് ഇനി താജ്മഹൽ ആ ഒരു പരിപാടി ഉണ്ടാവാൻ സാധ്യത ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ താജ്മഹലിന്റെ ഈ ഒരു സംഭവം അടിത്തട്ടും കൂടി മാന്തി നോക്കണം എന്ന് പറയുന്ന അഖിലേന്ത്യാ ഹിന്ദു പരിഷത്തിന്റെ ആളുകളെ കുറിച്ച് ഞാൻ കുറെ കമന്റുകളിലും കണ്ടു, കുറെ വായിക്കുകയും ചെയ്തു. അപ്പോ ഇനി പുരാവസ്തു ഗവേഷകര് താജ്മഹലിന്റെ അടി കൂടി മാന്തുമോ, മുന്നിൽ കാണുന്ന ആ ഒരു വെള്ളക്കെട്ടിന്റെ അടി ഒന്ന് മാന്തുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇപ്പോ ഏകദേശം എല്ലാതുമായി. ഗ്യാൻബാബി പള്ളി തിരിച്ചെടുത്തു അല്ലെ, അവിടെ ഇപ്പൊ 3-4 ദിവസമായിട്ടുള്ള പരിപാടികൾ പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയായിട്ടുള്ള മധുര പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ആ ഒരു ആഹ്വാനവുമായി ബന്ധപ്പെട്ട് അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്തും RSSും BJP ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട്. വളരെ രസകരമായിട്ടുള്ള മറ്റു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ, ഇവിടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് കോടതി മുഖാന്തരം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ കോടതി പോലും ഒരു നോക്കുകുത്തി ആവുന്ന അവസ്ഥയാണ്. ഒരിക്കലും ഇവിടെ ഒരു നമ്മുടെ ഈ ഒരു പള്ളിയും അമ്പലങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലെ. ആ ഒരു നിയമത്തെ പോലും ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ നേരെ എന്തുണ്ടാക്കുന്നു, പുരാവസ്തു ഗവേഷകർ വന്ന് പൊളിച്ചോളൂ, അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞ് കണ്ണടച്ച് നിൽക്കുന്ന ഒരു കോടതിയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിന് സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. മതത്തിന് വേണ്ടിയിട്ട്, ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെയാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത്. എന്തായാലും വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ 1653 ഈ ഒരു താജ്മഹൽ അവിടെ നിർമ്മിക്കുന്നത്. ആ ഒരു താജ്മഹലും നിർമ്മിച്ച ആളുടെ കൈവെട്ടി കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്കറിയില്ല. കാരണം കൊണ്ട് പറഞ്ഞതും വല്ലവരും എഴുതി വെച്ചതൊക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല അല്ലെ. ഓക്കെ, അപ്പോ ഷാജഹാന്റെ മരണം അത് തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ ആഘോഷമായിട്ട്, അല്ലെങ്കിൽ ചരമദിനത്തിൽ ഒരു ആഘോഷമാകാൻ സാധ്യതയില്ല. എന്തായാലും നമ്മൾ നേരിട്ട് കാണാത്തൊരു സാധനമാണ് ഉറൂസ്. എന്തായാലും ഇനി അത് കാണാനുള്ള ഒരു അവസരം ഇനി അടുത്ത വർഷത്തിൽ ഉണ്ടാവുന്ന കാര്യം ഡൗട്ടാണ്. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, നാളെ മറ്റന്നാൾ ഇവിടുന്ന് വെച്ച് പിടിച്ചോ, നേരെ താജ്മഹൽ ആഗ്രയിലേക്ക്. കാരണം ഇനി അത് കാണാൻ കഴിയുമോ എന്നുള്ളത്, ഇനി ഇത് ചിത്രത്തിൽ മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഹർജി സ്വീകരിച്ച ആഗ്ര കോടതി വാദം കേൾക്കാൻ മാർച്ച് 4 മാറ്റിവെച്ചിട്ടുണ്ട്. ഫെബ്രുവരി 6 മുതൽ 8 വരെയാണ് ഈ വർഷത്തെ ഉറൂസ് നടക്കുന്നത്. മുഗളന്മാരോ ബ്രിട്ടീഷുകാരോ താജ്മഹലിനുള്ളിൽ ഉറൂസ് അനുവദിച്ചിട്ടില്ലെന്ന് ABHM വക്താവായ സഞ്ജയ് ജട്ട് ആരോപിച്ചു. ആഗ്രയിലെ ചരിത്രകാരനായ രാജ് കിഷോർ രാജ് നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് ലഭിച്ച രേഖ മുൻനിർത്തിയാണ് ഹർജി നൽകിയത്. RTI പ്രകാരമുള്ള അപേക്ഷയിൽ താജ്മഹലിൽ ഉറൂസ് സംഘടിപ്പിക്കാനും നമസ്കാരം നടത്താനും ആരാണ് അനുവദിച്ചതെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് രാജ് കിഷോർ ചോദിച്ചു. മുഗളന്മാരോ ബ്രിട്ടീഷ് സർക്കാരോ ഇന്ത്യൻ സർക്കാരോ ഉറൂസ് നടത്താൻ അനുവദിച്ചില്ലെന്ന് ASI മറുപടി നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ വിവരാവകാശം കൊടുത്തപ്പോൾ വിവരാവകാശ പ്രകാരം അവിടെ രേഖകളും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഉറൂസ് നടത്താനുള്ള. ഇത്
ആചാരമാണല്ലോ അല്ലെ. അപ്പൊ ആചാരപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു, നമുക്കറിയാം. ശബരിമല വിഷയമൊക്കെ അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ തച്ചുടച്ചുകൊണ്ടാണല്ലോ ഞാൻ പോലും ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ വർഷങ്ങളായിട്ട് നടത്തുന്ന, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഒറ്റയിടക്ക് തിരശീല വീഴാൻ പോകുന്നത്. ഇനി ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ ഉറൂസൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ശരിക്കും അറിയുന്നത് അല്ലെ. അപ്പൊ ഉറൂസ് ഇതാണ് ഈ ഒരു ചരമവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന അവിടുത്തെ ആ ഒരു ശവകുടീരത്തിന് മുന്നിൽ നടത്തുന്ന ഒരു പരിപാടി. അതിന്റെ ശേഷമുള്ള നമസ്കാരങ്ങളും നിസ്കാരങ്ങളൊക്കെയാണ്. അപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, ആ ഒരു ദിവസം ഏത് മനുഷ്യനും ഫ്രീ ആയിട്ട് അവിടേക്ക് കടന്നു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒരു ഇതുണ്ട്. അപ്പൊ കാലങ്ങളായിട്ട് നടത്തി വരുന്നത്. അപ്പൊ രേഖകളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കാനൊന്നും കഴിയില്ല. കാരണം അതിന്റെ രേഖകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. വർഷങ്ങളായി, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു പരിപാടി ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇത് ഇനി ഇവിടെ പാടില്ല എന്ന് പറയുമ്പോൾ ജനാധിപത്യ രാജ്യത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അല്ലെ. നമ്മുടെ ഭരണഘടനയൊക്കെ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി എഴുതുന്ന അവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമം സംരക്ഷിക്കപ്പെടാനുള്ളതാ ആർക്ക് വേണ്ടിയിട്ട്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ. ജനങ്ങളെ സംരക്ഷിക്കാൻ കൂടിയുള്ളതാണ്. ഇതിപ്പോ ജനങ്ങൾ നിയമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട അവസ്ഥ ഇനി നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഓരോ പള്ളികളും ക്ഷേത്രങ്ങളാവുന്ന ഒരവസ്ഥ. ഇപ്പൊ പോപ്പുലർ അല്ലാത്ത പല അമ്പലങ്ങളും അല്ലെങ്കിൽ പല പള്ളികളും ഉണ്ടല്ലേ. അപ്പൊ അതിലേക്കൊന്നും ആളുകൾ അങ്ങോട്ട് കണ്ണുവെക്കുന്നില്ല. ഇപ്പൊ നമുക്ക് വാവർ പള്ളിയെ കുറിച്ച് അറിയാം. നമ്മുടെ അയ്യപ്പന്റെ സുഹൃത്തായിട്ടുള്ള വാവർ പള്ളിയിലേക്ക് ഇനി ഒരു ഉറുപ്യ പോലും കാണിക്കിടരുത്, അത് പോപ്പുലർ ഫണ്ടിനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് RSSന്റെ ഒരു വക്താവ് ഡയലോഗ് അടിച്ചതിന് 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വർഗീയത വിഷം തുളുമ്പുന്ന നാക്കുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു കൂവിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങൾക്കും അതേപോലെ പാവപ്പെട്ട മനുഷ്യന്മാർക്കും എതിരെ നിൽക്കുന്ന ഒരു സർക്കാർ അല്ലെ. ശരിക്ക് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ വളരെ പരിതാപകരമാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഡെവലപ്മെന്റ് വേണ്ടി പണിയെടുക്കുമ്പോൾ ഈ ഒരു നാട് അപ്പൊ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ. മതത്തിന് വേണ്ടി ഇങ്ങനെ തല്ലുകൂടുന്ന ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പല വീഡിയോയിലും അത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ അല്ലെ. അതായത് കോടികൾ ചെലവഴിക്കുന്നതൊക്കെ വേണ്ടി ഓരോ ബിംബങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതൊക്കെ ശരിക്കും ഇവിടുത്തെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യം എത്ര സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും. അപ്പോഴും ഇവിടെ സമാധാനത്തോടു കൂടി പോകുന്ന ഓരോ മതത്തിന്റെ അടുത്തേക്ക് പോയിട്ട് അങ്ങനെ ചെറിയ ഈർക്കളി കൊണ്ട് കുത്തി കുത്തി നോവിപ്പിക്കുന്ന ഒരവസ്ഥ, പിന്നീട് അത് കട്ടപ്പാര കൊണ്ടാവുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു കലാപം ഒന്നും ഇവിടെ ഉണ്ടാവല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭാവി എന്താവും അറിയില്ല. നമ്മുടെ രാജ്യം അത്രക്ക് മോശപ്പെട്ട രീതിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്താവും നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാവി ഒന്നും അറിയില്ല. അപ്പൊ ഉറൂസൊക്കെ വർഷങ്ങളോളമായിട്ട് നടത്തിക്കൊണ്ട് വരുന്ന ഒരു പരിപാടിയാണ്. പെട്ടെന്ന് ഈ ഒരു അയോധ്യ വിധി കഴിഞ്ഞതിന് ശേഷം ഇവർ ഭയങ്കര അധികം പള്ളികൾക്ക് നേരെ മുസ്ലിങ്ങൾക്കെതിരെ വേട്ടയാടാൻ തുടങ്ങിയത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ശരിക്ക് ഒരു അപകടം തന്നെയാണ്. അപ്പൊ ഉറൂസ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം ഇവിടുത്തെ കോടതി വിധികളെ കുറിച്ചിട്ടൊന്നും ഞാൻ വല്ലാണ്ട് പറയണ്ടല്ലോ.